മലയാളികൾ ഒരുപാട് ചിരിപ്പിച്ച ഞങ്ങളുടെ പ്രിയ നടനാണ്. നാടിൻ്റെ മൊത്തം ഒരു തീരാ നഷ്ടമാണ്. ഞങ്ങൾ ഒരുമിച്ച് മൈലങ്കര കോളേജിൽ പഠിച്ച ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ഈ ഒരു വേളയിൽ നമുക്ക് വളരെ ദുഃഖമുണ്ട്. ഏതായാലും പിരിഞ്ഞുപോയി. ചിരിയുടെ രാജകുമാരനായ സലീമേട്ടൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള ജനതയ്ക്ക് തന്നെ തീരാ നഷ്ടമാണ്. നടനാവുന്നൊന്നും അദ്ദേഹം ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അത് നിമിത്തം പോലെ വന്ന് ചേർന്നതാണ്. അതൊരു മഹാഭാഗ്യം തന്നെയാണ്. അത് അതിനുള്ള കഴിവുണ്ട്. നാട്ടിലെല്ലാവരും ചിറ്റാറ്റൂർ പോയിട്ടുണ്ട്. എല്ലാവരും അദ്ദേഹത്തിനെ സലിയപ്പ എന്നാണ് വിളിച്ചത്. എല്ലാവരും കൊച്ചുകുട്ടികളോടേക്ക് വലിയ ആൾക്കാർ വരും സലിയപ്പ എന്നാണ് വിളിച്ചിരുന്നത്. എന്തായാലും നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച് ഒരുപാട് വിഷമമുള്ളൊരു ദിവസമാണ്. മലയാളികൾ ഒരുപാട് ചിരിപ്പിച്ച ഞങ്ങളുടെ പ്രിയ നടനാണ് സലീം കുമാർ. നമ്മളൊരു പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പോലെ നമ്മളൊരു ചിരിപ്പിക്കുക എന്ന് പറഞ്ഞൊരു നിസ്സാര കഴിവല്ല ഒരാൾക്ക്. അത്രയും ദൈവത്തിൻ്റെ മനോഹരമായിട്ടുള്ള കഴിവ് ശ്രദ്ധിച്ച ഞങ്ങളുടെ പ്രിയ സലീമേട്ടനാണ് ഇന്ന് നമ്മളിന്ന് വിടവാങ്ങിയിരിക്കുന്നത്. എല്ലാവിധ വിഷമങ്ങളും ഞങ്ങളെല്ലാവരും വിളിക്കുന്ന എല്ലാവരും തന്നെ എന്താ പറയുക, സിനിമയിലും അത്യാവശ്യം എന്താ പറയുക കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉള്ള ആളുകളാണ്. എല്ലാവരെയും വലിയൊരു വിഷമവും ദുഃഖവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എല്ലാവിധ ശാന്തിയും നിത്യശാന്തിയും, വീണ്ടും ഒരു നടനായിട്ട് ജനിക്കാൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും, കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു കോമഡി നടനോ അല്ലെങ്കിൽ ഒരു സീരിയസ് നടനോ പോലെയല്ല അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയം എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ ആദ്യമകൻ അബു എന്ന ചിത്രം, അതിലാണ് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയത്. അതിൻ്റെ ഓൾ കേരള പ്രൊമോഷൻ വർക്ക് ചെയ്തത് തിയേറ്റർ ബേസ് ആണെങ്കിലും നമ്മൾ ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ ആ ഒരു ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മലയാള സിനിമയിലുള്ള ആളുകൾ അല്ലെ താരങ്ങൾ വരെ ഞെട്ടിയൊരു സിനിമയായിരുന്നു സത്യം പറഞ്ഞാൽ. ഇല്ലേ, അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അത്ഭുതപ്പെട്ട് ചെയ്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് അത്രയും കഴിവുള്ളൊരു കലാകാരനായിരുന്നു. പിന്നെ ഇതേപോലെ തന്നെ നമ്മളെ ദൈവം വിളിക്കുന്നൊരു സമയം ഉണ്ടാവും. ആ സമയത്ത് എല്ലാവരും പോകേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പം മണിച്ചേട്ടൻ്റെ കാര്യമാണെങ്കിലും അദ്ദേഹം പോകേണ്ട സമയത്തൊന്നുമല്ല പോയത്. നമുക്കൊരു ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും എല്ലാവരും പോകുന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഒരു വിഷമം കടിച്ചമർത്തുന്നത് തീർച്ചയായിട്ടും. അപ്പം എന്തായാലും ഒരുപാട് വിഷമമുണ്ട് എല്ലാവർക്കും. ഞങ്ങൾ ഒരുമിച്ച് മൈലങ്കര കോളേജിൽ പഠിച്ച ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അദ്ദേഹം വളർന്ന് വലിയൊരു നിലയിൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സന്തോഷം നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വേളയിൽ നമുക്ക് വളരെ ദുഃഖമുണ്ട്. ഏതായാലും പിരിഞ്ഞുപോയി. അതിൻ്റെ ഒരു വളരെ വിഷമമുണ്ട്. കോളേജ് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം എങ്ങനെയായിരുന്നു? കോളേജ് കാലഘട്ടത്തിൽ അദ്ദേഹം അതുപോലെ തന്നെ തിളങ്ങിക്കുന്ന ഒരു കാലം. മലങ്കര കോളേജിൽ ഞാൻ സുരപ്പിളയിടം, അതുപോലെ തന്നെ സലീം കുമാറൊക്കെ ഇങ്ങനെ വ്യത്യസ്ത ഒരു ചേരികളിലായിരുന്നെങ്കിലും രാഷ്ട്രീയപരമായിട്ട് ആർട്ടിസ്റ്റ് എന്ന നിലക്ക് ഞങ്ങളൊക്കെ നല്ല സുഹൃത്ത് ബന്ധങ്ങളായിരുന്നു ചെറുപ്പം മുതൽ. പക്ഷേ നല്ല പെർഫോമൻസും അതിനൊപ്പം തന്നെ ആ ഉയർച്ച പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞു സിനിമാ ലോകത്ത്. ഒരു നടനാവുന്ന അദ്ദേഹം ആ സമയത്ത് എന്തെങ്കിലും പറയുമായിരുന്നു? ഇല്ല, നടനാവുന്നൊന്നും അദ്ദേഹം ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അത് നിമിത്തം പോലെ വന്ന് ചേർന്നതാണ്. അതൊരു മഹാഭാഗ്യം തന്നെയാണ്. അത് അതിനുള്ള കഴിവുണ്ട്. അദ്ദേഹം സിനിമയിൽ എത്താനുള്ളൊരു കഴിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എത്തിപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. അദ്ദേഹം ഒരു നടനായില്ലായിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ എന്താകുമായിരുന്നു? രാഷ്ട്രീയത്തിലായിരുന്നു? മിക്കവാറും രാഷ്ട്രീയത്തിൽ തന്നെ വരാനാണ് സാധ്യത. അദ്ദേഹം രാഷ്ട്രീയത്തിൽ തന്നെ വരാനായിരുന്നു ഏറ്റവും വലിയ സാധ്യത. നാടിൻ്റെ മൊത്തം ഒരു തീരാ നഷ്ടമാണ്. ഞങ്ങൾ ചിറ്റാറ്റൂര പോയിപ്പള്ളിയാണ്. എൻ്റെ വീടിനടുത്താണ് ഇദ്ദേഹത്തിൻ്റെ തറവാട്. അപ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുകയും, അതുപോലെ തന്നെ പുള്ളി നല്ലൊരു കലാകാരനായിരുന്നു. പുള്ളി ആദ്യമായിട്ട് ചന്തിരാരും കൂട്ടരും എന്ന് പറഞ്ഞൊരു ഏകാംഗാടകത്തിലാണ് അഭിനയിച്ചത്. അതിനകത്ത് ഭൈരവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. ഞാനൊക്കെ ചെറുതായിരുന്നു, പഠിക്കുന്ന സമയത്തായിരുന്നു. വലിയടക്കൽ എന്ന് പറയുമ്പോൾ പോയിപ്പള്ളി, വലിയടക്കൽ എന്നാണ് ആ വീടിൻ്റെ പേര്. അപ്പോൾ ആ വീടിൻ്റെ ജനലഴികളിൽ തൂക്കി പിടിച്ചൊക്കെയാണ് അന്ന് കണ്ടിരുന്നത്. അതിനുശേഷം ഞങ്ങളെല്ലാം സലിയപ്പൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സലിച്ചേട്ടൻ വളരെ ഉയരങ്ങളിലേക്ക് പോയി. പുള്ളി മഹാരാജാസ് കോളേജിലേക്ക് പോയി അവിടെ ചേർന്ന് അതിനുശേഷം മിമിക്രിയിലൂടെയൊക്കെ വളർന്ന് പുള്ളി ഒരുപാട് മേഖലകൾ താണ്ടി. അത് ശരിക്കും പറഞ്ഞാൽ ചിരിയുടെ രാജകുമാരനായ സലീമേട്ടൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള ജനതയ്ക്ക് തന്നെ തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. ആ വിയോഗത്തിൽ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ
ആത്മാവിന് നിത്യശാന്തി കിട്ടാനായിട്ട് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാട്ടിൽ കൂട്ടായ്മ ഉണ്ടായിരുന്നു, കലാ കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ ഒരുപാട് കൂട്ടായ്മ ഉണ്ടായിരുന്നു. പിന്നെ മോനിക്കുട്ടി ചേട്ടൻ, പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ അവിടെ സലിച്ചേട്ടനുമായി ബന്ധപ്പെട്ട് പീറ്ററാശാൻ എന്ന് പറയും. അപ്പോൾ പീറ്ററാശാൻ്റെ കടയിൽ എന്നും ഇദ്ദേഹം ഉണ്ടാവും. അവിടെ ഇരുന്ന് ചിലപ്പോഴൊക്കെ ഒരു ദിനേശ് പീടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പീടിയൊക്കെ വലിച്ച് വലിയ ജാടകളൊന്നുമില്ല. അപ്പോൾ അവിടെ ഇരിക്കും. ഞങ്ങളുടെ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് പല പല കൂട്ടായ്മകളും വിളിച്ചിട്ട് പുള്ളിക്ക് ചെറിയ ചെറിയ പാരിതോഷികങ്ങൾ ചെറുപ്പത്തിൽ വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ കളരിക്കൽ ക്ഷേത്രത്തിൽ എല്ലാ സിനിമാടന്മാരും ദിലീപ് ഉൾപ്പെടെയുള്ള ഒത്തിരി ആൾക്കാരെ എല്ലാ ഉത്സവത്തിനും കൊണ്ടുവന്നിരുന്നത് ഈ സലിയപ്പൻ എന്ന് പറഞ്ഞ പ്രിയങ്കരനായ സലീംകുമാർ നടൻ്റെ ഒറ്റ കഴിവിനാണ് അവിടെ വന്നിരുന്നത്. അത് ഒരുപാട് ശ്രദ്ധ നാട്ടിൽ വരികയും ചെയ്തു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി നടന്മാരെയൊക്കെ എല്ലാ ഉത്സവത്തിനും കൊണ്ടുവരും. എൻ്റെ അച്ഛൻ അവിടെ കളരിക്കൽ ക്ഷേത്രത്തിൽ രാമായണം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പുള്ളി വരും. അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ അച്ഛനോട് പറയും ട്രോളാനായിരിക്കും അച്ഛൻ വന്നേക്കണത് എന്ന് പറയും. പക്ഷേ പുള്ളി വളരെ ഒരു നല്ല ഇതിനകത്ത് വന്ന് തൊട്ടടുത്തിരുന്നിട്ട് പുള്ളി തമാശയും കുശലമൊക്കെ പറയും, ചിലപ്പോൾ അർത്ഥമൊക്കെ ചോദിക്കും. പക്ഷേ നല്ലൊരു മനുഷ്യനായിരുന്നു. കളരിക്കൽ അമ്മയുടെ നല്ലൊരു അനുഗ്രഹം നടിച്ച അനുഗ്രഹീത നല്ല കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം എന്ന് പറയുമ്പോൾ എല്ലാവരോടും നാട്ടിലെല്ലാവരോടും ഭയങ്കര ചിരിച്ച മുഖത്തോടുകൂടി വലിയൊരു നടനായിട്ടും അദ്ദേഹം നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് നാട്ടിലെല്ലാവരും ചിറ്റാറ്റൂർ പോയിപ്പുള്ള എല്ലാവരും അദ്ദേഹത്തിനെ സലിയപ്പ എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാവരും കൊച്ചുകുട്ടികളോടേക്ക് വലിയ ആൾക്കാർ വരും സലിയപ്പ എന്നാണ് വിളിച്ചിരുന്നത്. പുള്ളിയുടെ കൂടെ നിഴലായി നടക്കുന്ന ബിജു പുള്ളിയുടെ അനുജനാണ്, അച്ഛൻ്റെ അനിയൻ്റെ മകൻ. അപ്പോൾ ബിജു എൻ്റെ ഒരുമിച്ച് പഠിച്ച എൻ്റെ പ്രിയ സുഹൃത്താണ്. എന്നും പുള്ളിയായിട്ട് കാണാറുണ്ട്. എന്തായാലും ഈ അതുല്യനായ നടൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ഞങ്ങളെല്ലാവരും.